ഞാൻ ആതിര സതീഷ്. ഫ്രണ്ടി പ്രസൻസ് EMT ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പാർക്ക് സൗദിയിൽ വരുന്നു. ഇതുൾപ്പെടെ സൗദി വിഷൻ 2030 ഭാഗമായി $23 ബില്യൺ ചെലവഴിച്ച് 4 മെഗാ പദ്ധതികളാണ് തലസ്ഥാന നഗരിയിൽ എത്തുന്നത്. സൗദി തലസ്ഥാനമായ റിയാദിലാണ് പുതിയ പദ്ധതികൾ വരുന്നത്. പദ്ധതിയുടെ ലോഞ്ചിംഗ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് നിർവഹിച്ചു. $22.9 ബില്യൺ പദ്ധതിയുടെ നിർമ്മാണ ചെലവ്. പദ്ധതിയുടെ ഭാഗമായുള്ള കിങ് സൽമാൻ പാർക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർക്കായിരിക്കും. 4 ചതുരശ്ര കിലോമീറ്ററാണ് പാർക്കിന്റെ ചുറ്റളവ്. താമസ കേന്ദ്രങ്ങളും കലാകായിക കേന്ദ്രങ്ങളുമെല്ലാം പാർക്കിലുണ്ടാകും. ജലധാര, വെർട്ടിക്കൽ ഗാർഡൻ തുടങ്ങി നിരവധി ലാൻഡ്മാർക്കുകളും പാർക്കിലുണ്ടാകും. ഗ്രീൻ റിയാദ് എന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാമത്തെ പദ്ധതിയിലൂടെ നഗരത്തിൽ 75 ലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹരിത നഗര പദ്ധതിയായിരിക്കും ഇത്. 135 കിലോമീറ്റർ ദൈർഘ്യമുള്ള സൈക്ലിംഗ് പാതയും അത്ലറ്റിക്സ് ട്രാക്കും ഉൾപ്പെടെയുള്ള കായിക പദ്ധതിയാണ് മൂന്നാമത്തേത്. 4ാമത്തെ പദ്ധതിയായ ആർട്ട് ഗാലറി ഈ രംഗത്ത് ലോകത്തിൽ സർക്കാർ ചെലവിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയായിരിക്കും. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെയും ചിത്രകാരന്മാരുടെയും സംഗമ കേന്ദ്രമായി ഈ പദ്ധതി മാറും. പാർപ്പിടം, വാണിജ്യം, വിനോദം തുടങ്ങിയ മേഖലകളിൽ $5 ബില്യൺ സ്വകാര്യ നിക്ഷേപത്തിനും പദ്ധതിയിൽ അവസരമുണ്ടാകും. ഈ വർഷം 2ാം പകുതിയിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പദ്ധതിയുടെ ഭാഗമായി 70,000 പേർക്ക് ജോലി ലഭിക്കുമെന്നാണ് സൂചന. ന്യൂസ് ടുഡേ, റിയാദ്. ഖുർആൻ പാരായണം നടത്തി ന്യൂസിലാൻഡ് പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം. ഇമാം നിസാമുൽ ഹഖ് തൻവിയാണ് പ്രാർത്ഥന ചൊല്ലിയത്. ക്രൈസ്റ്റ് ചർച്ചിലെ 2 പള്ളികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സമ്മേളനം. പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി ജസിൻഡ സലാം ചൊല്ലിയാണ് പ്രസംഗം ആരംഭിച്ചത്. എല്ലാവർക്കും സമാധാനം ആശംസിച്ച പ്രധാനമന്ത്രി ഇരകളുടെ കുടുംബാംഗങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. മുസ്ലിം പള്ളിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തോക്കുധാരിയെ തടയുന്നതിനിടെ രക്തസാക്ഷിയായ പാകിസ്ഥാൻ സ്വദേശി നയീം റാഷിദിന് ന്യൂസിലൻഡ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ആദരവർപ്പിച്ചു. പ്രധാനമന്ത്രി ജസിൻഡ ആർഡനാണ് നയീം റാഷിദിന് ആദരാഞ്ജലി അർപ്പിച്ചത്. അക്രമം നടത്തിയ ഭീകരവാദിയുടെ പേര് പരാമർശിക്കാൻ വിസമ്മതിച്ച പ്രധാനമന്ത്രി അദ്ദേഹം ആഗ്രഹിച്ച പ്രശസ്തി നൽകരുതെന്നും ആഹ്വാനം ചെയ്തു. വരുന്ന വെള്ളിയാഴ്ച മുസ്ലിം സഹോദരങ്ങൾ പ്രാർത്ഥിക്കാനായി ഒത്തുകൂടുമ്പോൾ നമ്മുടെ ഐക്യദാർഢ്യവും വേദനയും നമുക്ക് അവരെ അറിയിക്കാമെന്നും ജസിൻഡ പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിസ്കരിക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാവലിരിക്കാമെന്ന് ന്യൂസിലാൻഡിലെ ജനത അവിടുത്തെ വിശ്വാസികളോട് പറയുന്ന വാക്കുകൾ മാനവീയതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാവുന്നതാണ്. ന്യൂസ് ടുഡേ ഇന്റർനാഷണൽ. വാട്സാപ്പിലൂടെ അസഭ്യപ്രയോഗം നടത്തിയ കേസിൽ സ്ത്രീകളടക്കം 170 പേരെ ജിദ്ദയിൽ വിചാരണ ചെയ്യുന്നു. കേസുമായി ബന്ധപ്പെട്ട് 3 മാസത്തിനിടെ 75 പരാതികളാണ് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ലഭിച്ചത്. വാട്സപ്പിലൂടെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്ത കേസിലെ ഏതാനും പ്രതികളെ കോടതികൾ ശിക്ഷിച്ചിട്ടുണ്ട്. മറ്റൊരു സൗദി വനിതയെ അസഭ്യം പറഞ്ഞ സൗദി വനിതയ്ക്ക് 10 ചാട്ടയടി നൽകുന്നതിന് കോടതി വിധിച്ചു. പരസ്പരം അസഭ്യം പറഞ്ഞ കേസിലെ പ്രതികളായ 2 വനിതകൾക്കും മുൻ ഭാര്യയെ അസഭ്യം പറഞ്ഞ ഭർത്താവിനും ചാട്ടയടി നൽകുന്നതിനും കോടതികൾ വിധിച്ചിട്ടുണ്ട്. വാട്സപ്പിലൂടെയും SMS-കളിലൂടെയും മുൻ ഭാര്യയെ അസഭ്യം പറഞ്ഞ മറ്റൊരു ഭർത്താവിന് കോടതി 40 ചാട്ടയടി വിധിച്ചു. വാട്സപ്പിലൂടെ അശ്ലീല ക്ലിപ്പിംഗുകൾ പ്രചരിപ്പിച്ച കേസുകളും സ്നാപ്ചാറ്റും ഇൻസ്റ്റഗ്രാമും ഹാക്ക് ചെയ്തതുമായും ഉപയോക്താക്കളെ ബ്ലാക്ക്മെയിൽ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസുകളും കോടതികൾക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. ന്യൂസ് ടുഡേ, ജിദ്ദ. എണ്ണ ഉൽപാദന നിയന്ത്രണത്തിൽ മാറ്റമില്ലെന്ന് സൗദി അറേബ്യ. വിപണിയിൽ ആവശ്യത്തിലധികം എണ്ണ സ്റ്റോക്കുള്ള സാഹചര്യത്തിലാണ് പുതിയ നീക്കം. എണ്ണ നിയന്ത്രണം തുടരാൻ ഒപെക്കും റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും എടുത്ത തീരുമാനവുമായി മുന്നോട്ടു പോകാനാണ് സൗദിയുടെ തീരുമാനം. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എണ്ണ ഉൽപാദന നിയന്ത്രണം 2019 അവസാനം വരെ തുടർന്നേക്കും. സൗദി ഊർജ്ജ മന്ത്രി എഞ്ചിനീയർ ഖാലിദ് അൽ ഫാലിഹാണ് ഇതു സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. ഒപെക് കൂട്ടായ്മയിലെ ചില ഊർജ്ജ മന്ത്രിമാർ അസർബൈജാനിലെ ബാക്കുവിൽ ഒത്തുചേർന്നപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അതേസമയം തീരുമാനം ഇന്ത്യ ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങളെ കാര്യമായി ബാധിക്കും. പ്രമുഖ ഉൽപാദന രാജ്യങ്ങളായ ഇറാൻ, വെനിസുല എന്നിവയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം വിപണിയിൽ എണ്ണ സ്റ്റോക്ക് കുറയാൻ കാരണമായിട്ടില്ല. എന്നാൽ ഈ വിഷയത്തിൽ അന്തിമമായ തീരുമാനം 2019 മധ്യത്തിലാണ് എടുക്കുക. ന്യൂസ് ടുഡേ, റിയാദ്.
സ്വദേശിവൽക്കരണ നടപടികൾ ഊർജിതമാക്കുന്നു. ഇതിന്റെ ഭാഗമായി സ്വദേശികൾക്കായി ഈ വർഷം 30,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി. പൊതു സ്വകാര്യ മേഖലകളിൽ സ്വദേശികൾക്ക് ജോലി ഉറപ്പുവരുത്തുമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രി നാസർ ബിൻ താനി അൽ ഹംലി പറഞ്ഞു. ഗതാഗതം, ഇൻഷുറൻസ്, ബാങ്കിംഗ്, വ്യോമയാനം, റിയൽ എസ്റ്റേറ്റ്, വിനോദസഞ്ചാരം, വിവരസാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലായിരിക്കും ഇത്. തൊഴിൽ പരിശീലനമടക്കം 4 പദ്ധതികൾ ഇതിനായി നടപ്പാക്കും. കഴിഞ്ഞ വർഷം 20,225 സ്വദേശികൾക്ക് ജോലി നൽകാനായെന്നും മന്ത്രി വ്യക്തമാക്കി. സ്വദേശിവൽക്കരണ തോത് ഈ വർഷം ഇരട്ടിയാക്കുമെന്ന് വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ടുഡേ, ദുബായ്. യുഎയിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ ഗ്രൂപ്പായ VPS ഹെൽത്ത് കെയർ സൗദിയിലേക്കും ബിസിനസ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നു. ആദ്യഘട്ടത്തിൽ VPSന്റെ റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ സേവന പ്രവർത്തനങ്ങളാകും സൗദിയിൽ ആരംഭിക്കുക. അടിയന്തര ഘട്ടങ്ങളിൽ യുഎയിൽ എവിടെയും മെഡിക്കൽ സേവനങ്ങൾ ഉറപ്പാക്കുകയാണ് റെസ്പോൺസ് പ്ലസ് മെഡിക്കലിന്റെ ലക്ഷ്യം. സൗദിയിൽ മാർച്ച് 20 മുതലാണ് റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ദമാമിലെ ബിസിനസ് ഗേറ്റ് കോംപ്ലക്സിലാണ് യൂണിറ്റിന്റെ ആസ്ഥാനം. സൗദി സർക്കാരിന്റെ വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ സൗദിയിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് VPS ഹെൽത്ത് കെയർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംഷീർ വയലിൽ പറഞ്ഞു. ന്യൂസ് ടുഡേ, ദമാം. ഫ്രറ്റേണിറ്റി ഫെസ്റ്റ് 2019 തുടക്കമായി. സൗഹൃദം ആഘോഷിക്കുക എന്ന ശീർഷകത്തിൽ സൗദിയിലുടനീളം നടന്നുവരുന്ന പരിപാടികളുടെ ഭാഗമായി റിയാദ് ഘടകം ഫ്രറ്റേണിറ്റി ഫോറമാണ് ഫെസ്റ്റ് നടത്തുന്നത്. അൽ ജസീറ ഓഡിറ്റോറിയത്തിൽ നടന്ന ഫിക്സർ പ്രകാശന ചടങ്ങ് ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറം സൗദി സോണൽ പ്രസിഡന്റ് ബഷീർ ഈങ്ങാപ്പുഴ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം ദേശീയ പഞ്ചഗുസ്തി 2018 ചാമ്പ്യൻ ദിൽഷാദ് എമ്മയെ ഫോറം ആദരിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച സുലായ് ക്രിക്കറ്റ് അസോസിയേഷൻ ഗ്രൗണ്ടിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 16 ക്രിക്കറ്റ് ടീമുകൾ മാറ്റുരയ്ക്കും. മാർച്ച് 29 ഫുട്ബോൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന കമ്പവലി, ഷൂട്ടൌട്ട്, പുഷപ്പ് എന്നീ മത്സരങ്ങൾ ഉച്ചയ്ക്ക് 2 മണി മുതൽ അൽഗർജ് റോഡിലെ അഷ്കാൻ സ്റ്റേഡിയത്തിൽ നടക്കും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ റിയാദിലെ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. യോഗത്തിൽ ഫോറം പബ്ലിക് റിലേഷൻ ഇൻചാർജ് മുനീബ് പാഴൂർ ഫോറാനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഇവന്റ് കൺവീനർ ഷാഫി കൊടുവള്ളി അധ്യക്ഷനായിരുന്നു. അൻസാർ ചങ്ങനാശ്ശേരി സ്വാഗതവും റഹീം ആലുവ നന്ദിയും പറഞ്ഞു. ന്യൂസ് ടുഡേ, റിയാദ്. കുവൈറ്റിൽ സ്വദേശികളുടെ അപ്പാർട്ട്മെന്റുകൾ പ്രവാസികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ തടസ്സമില്ലെന്ന് അധികൃതർ. സ്വകാര്യ പാർപ്പിട പ്രദേശങ്ങളിലെ ബാച്ചിലർ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവൻ എഞ്ചിനീയർ അമാർ അൽ അമാർ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കുവൈറ്റിൽ സ്വദേശികളുടെ അപ്പാർട്ട്മെന്റുകൾ പ്രവാസികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ തടസ്സമില്ലെന്ന് സ്വകാര്യ പാർപ്പിട പ്രദേശങ്ങളിലെ ബാച്ചിലർ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവൻ എഞ്ചിനീയർ അമർ അൽ അമാർ ആണ് വ്യക്തമാക്കിയത്. പ്രവാസി കുടുംബങ്ങൾക്ക് സ്വദേശികളുടെ ലൈസൻസ് ഉള്ള സ്വകാര്യ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ വാടകയ്ക്കെടുക്കാം. പ്രവാസികളുടെ താമസ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഇതിലൂടെ പരിഹാരം കാണാമെന്നാണ് പ്രതീക്ഷ. കുവൈറ്റിലെ മലയാളികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ടുഡേ, കുവൈറ്റ്. ലുലു ഷാകളിൽ ബ്രിട്ടീഷ് ഫുഡ് ഫെസ്റ്റിവലിന് തുടക്കമായി. ഫുഡ് ഈസ് ഗ്രേറ്റ് ബ്രിട്ടൻ, ട്രൂലി ബ്രിട്ടീഷ്, ട്രൂലി ഡെലീഷ്യസ് എന്ന പേരിൽ ആരംഭിച്ച ഫെസ്റ്റിവൽ 24 സമാപിക്കും. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ സൗദിയിലെ ഔട്ട്ലെറ്റുകളിൽ ബ്രിട്ടീഷ് ഭക്ഷ്യമേളയ്ക്ക് തുടക്കമായി. ഫുഡ് ഈസ് ഗ്രേറ്റ് ബ്രിട്ടൻ, ട്രൂലി ബ്രിട്ടീഷ്, ട്രൂലി ഡെലീഷ്യസ് എന്ന പേരിൽ ഇന്നലെ ആരംഭിച്ച ഫെസ്റ്റിവൽ 24 സമാപിക്കും. റിയാദിൽ സൗദിയിലെ ബ്രിട്ടീഷ് അംബാസിഡർ സൈമൺ കോളിസും ജിദ്ദയിൽ ബ്രിട്ടീഷ് കോൺസൽ ജനറൽ സെയ്ഫ് അൽ ദിൻ ഉഷറുമാണ് ബ്രിട്ടീഷ് ഫുഡ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത്. അൽക്കോബാറിൽ ബ്രിട്ടീഷ് ട്രേഡ് ഓഫീസ് ഡയറക്ടർ ഗാരി ഹണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്.
വിഷൻസ് വനിതാ വിഭാഗം KSA അങ്കന നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ സഹകരണത്തോടെ ഉപയോഗിച്ച പുസ്തകങ്ങൾ ശേഖരിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യുന്നു. ഡോക്ടർ അബ്ദുസലാമിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ടാലന്റ് ഷോ, വ്യത്യസ്ത കലാപരിപാടികൾ തുടങ്ങിയവയും ഇതിനോടനുബന്ധിച്ച് നടക്കും. ശനിയാഴ്ച അസീസിയ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ് പരിപാടി. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ശേഖരിക്കുന്ന സാമൂഹിക സംഘടനകൾക്ക് സമ്മാനങ്ങളും പരിപാടിയോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0549460972 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 5 മുതൽ 12 വരെ ക്ലാസുകളിലെ പുസ്തകങ്ങളാണ് ശേഖരിക്കുന്നത്. അസീസിയ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് കസ്റ്റമർ കെയർ സെന്ററിൽ പുസ്തകങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനായി ഉപയോഗിച്ച പുസ്തകങ്ങൾ വൃത്തിയായി പൊതിഞ്ഞാണ് നൽകേണ്ടതെന്ന് സംഘാടകർ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് റിയാദിലെ യൂത്ത് സോക്കർ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ച സോക്കർ ഫിയാസ്റ്റ 2019 ഫുട്ബോൾ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. കൂടാതെ പാവപ്പെട്ട കുട്ടികളുടെ ഉന്നമനത്തിനും അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾക്കുമായി രൂപം നൽകിയ എഡ്യൂപ്രോ സപ്പോർട്ട് ഫോർ സ്റ്റുഡൻസ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മവും ചടങ്ങിൽ നിർവഹിക്കപ്പെടും. ഇതോടനുബന്ധിച്ച് അതിജീവനത്തിനായി ഒരു കൈത്താങ്ങ് എന്ന പേരിൽ ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ വിജയിക്ക് എയർ ഇന്ത്യ നൽകുന്ന റൗണ്ട് ട്രിപ്പ് ടിക്കറ്റും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് സൾഫെക്സ് മാട്രിക്സ് നൽകുന്ന സമ്മാനങ്ങളും വിതരണം ചെയ്യും. ന്യൂസ് ടുഡേ, റിയാദ്. തൃശൂർ ലോക്സഭ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഉപരി സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യവും നിസ്വാർത്ഥ സേവനത്തിന്റെ മാതൃകയുമാണ് TN പ്രതാപൻ എന്ന് മമ്മൂട്ടി അഭിപ്രായപ്പെട്ടു.